കാര്യമില്ല. അതൊക്കെ നിങ്ങൾ എഴുതി മാങ്കൂട്ടമായാലും സ്വർണ്ണപ്പാളിയായാലും ഇതൊന്നും ജനത്തിന് താല്പര്യമില്ല. നിങ്ങളൊക്കെ ഒരുപാട് എഴുതി കൂട്ടിയായിരിക്കും. ഇതൊന്നും അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇതിനേക്കാൾ ജനങ്ങളെല്ലാം ഇറങ്ങി NS നേതൃത്വമെല്ലാം ഇറങ്ങി എന്തെല്ലാം പെൺവിഷയം ശബരിമലയില എന്ത് ബഹളമായിരുന്നു. തവിടുപടിയായി പോകുന്നു ഞാനില്ലേ. പക്ഷെ 2020 തട്ടിച്ച് നോക്കുമ്പോൾ വലിയ കുറവല്ലേ LDF ആണ്. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കുറവുണ്ട്. ഏത് ഈ പഞ്ചായത്തിൽ ഈ കുറവ് എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തിപരമാണ്. പിന്നെ ഇതെല്ലാം പലരും ഗ്രൂപ്പ് തിരിഞ്ഞും പരസ്പരം മത്സരിച്ചും പലയിടത്തും തോൽവിയും ജയവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ത്രിതല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതൊരു അസസ്മെൻ്റായിട്ട് മൊത്തം കണക്കാക്കാറുമില്ല. എന്നാലും ഈ 10 കൊല്ലം ഭരിച്ച ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ്റിൻ്റേതായ കുറവുകളും കുറ്റങ്ങളും സ്വാഭാവികമാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നിർവേട് കാണിക്കുന്നത്. ഈ 10 കൊല്ലം കൂടെ ഇരുന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ച ഘടകകക്ഷികളുണ്ടല്ലോ, ഞാനോ നിങ്ങളല്ല കുത്തിയത്, കൂടെ നിൽക്കുന്നവരുണ്ടല്ല, എല്ലാ സുഖങ്ങളും അനുഭവിച്ചിരിക്കുന്ന ഘടകകക്ഷികൾ ഇപ്പോൾ കുറ്റം പറഞ്ഞ പിണറായിനെ. ഈ പിണറായിയുടെ കൂടെ നിന്ന് ഒരു കുറ്റവും പറയാതെ എല്ലാ സുഖവും അനുഭവിച്ചിട്ടിരുന്നില്ലേ ഇവരെ? അന്നൊന്നും കുറ്റം പറയാത്തത് ഒരു ക്ഷീണം തോന്നിയെന്ന് പറഞ്ഞപ്പോൾ ഇവരെല്ലാം തന്നെ കൊടുവാളുമായിട്ട് ഇറങ്ങി മാന്യമായ, ഒട്ടും മാന്യമായില്ല. ഒന്നിച്ച് നിന്നുവെങ്കിൽ ഒരച്ചകടത്തോട് എൻ്റെ INL ഇവരെ കയറി കൊത്തിയില്ലേ. INL എന്നെ വല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ആളുകളാണ്. ഇതിനെല്ലാം സകലം ചെറുതും വലുതുമായ കക്ഷികളെ ഇതുപോലെ MLA ആക്കി മന്ത്രിയാക്കി കൊണ്ടു നടക്കുന്ന ഏക ഭരണകൂടം ഇന്നത്തെ ഗവൺമെൻറ്റല്ലേ. ഒരു MLA ഉണ്ടെങ്കിൽ അവനെ മന്ത്രിയല്ലേ. എത്ര ഘടകകക്ഷിയുണ്ട്, അവനെല്ലാം മന്ത്രി തന്ത്രി എല്ലാം കൊടുത്തിട്ടില്ലേ. അങ്ങനെ ഘടകകക്ഷികൾക്ക് എല്ലാ പരിഗണനയും പരിരക്ഷയും കൊടുത്തിട്ടുള്ളത് ഈ ഗവൺമെൻറ് മാത്രമാണ്. അത് ഇത്ര 10 കൊല്ലം അനുഭവിച്ചില്ല മിസ്റ്ററേ. തുടർ ഭരണം നടത്തിയ ആരൊക്കെ ഉണ്ട് ഇവിടെ? ഇതൊന്നും പരിചയമുണ്ടില്ല പലരും. എന്നിട്ട് പിറ്റേ ദിവസം കുറ്റം മുഴുവൻ പിണറായി കിട്ടുന്ന നാട്ടണം. അതൊക്കെ ഒരു ചതിയും കുഴികാലി ചവിട്ടി തുടങ്ങും. കൂടെ എന്നിട്ട് കാലട്ടി ചവിട്ടരുത്. ഇതുകൊണ്ടൊന്നും ഇടതുപക്ഷത്തിന് ജയമുണ്ടാകുമെന്നോ തോൽവി ഉണ്ടാകുമെന്നോ ഒന്നും അസസ്മെൻ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. തോമസ് ഐസക് ഈ പരാജയത്തെ കണ്ടത് പാലസ്തീൻ ഐക്യദാർഢ്യം മറ്റും ശക്തമായിട്ട് കൊണ്ടുപോകുമ്പോഴും ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ ഇടതുപക്ഷത്തു നിന്നും അകലുന്നു എന്നതാണ്. അത്തരം ഒരു പ്രീണന ശ്രമം ഇടതുപക്ഷത്തിന് അങ്ങോട്ട് പ്രയോജനം ചെയ്തില്ലെന്ന് തോന്നുന്നുണ്ടോ? അതെ, ഈ അന്ധൻ ആനയെ കണ്ട പോലെ തോമസ് ഐസക് സാറ് പോയി കാലെ പിടിച്ച് കാണും ആനയുടെ, അപ്പോൾ തൂണാണെന്ന് തോന്നുന്നു. വേറുള്ളവൻ കയറിയിട്ട് വാലയെ പിടിച്ച് കാണും, അത് ചൂലാണെന്ന് തോന്നുന്നു. വേറൊരു കയറി ചെവിയെ പിടിച്ച് കാണും, അപ്പം മുറമാണെന്ന് തോന്നുന്നു. അന്ധൻ ആനയെ കണ്ട പോലെ ഈ കൂടെ നിൽക്കുന്നത് പലരും പറയുന്നുണ്ട്. ഇപ്പോൾ തോമസ് ഐസക് ഒരു അഭിപ്രായം പറഞ്ഞു, അത് പിന്നെ തിരുത്തിയില്ലേ. അപ്പോൾ ഇതിനൊന്നും നമ്മൾ മറുപടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാം കൂട്ടായി നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ഇവിടുത്തെ LDFിലെ ഘടകകക്ഷികളായാലും കൂടെയുള്ള കക്ഷികളായാലും അഭിപ്രായം പറയുമ്പോൾ അവർ കൂട്ടായി ആലോചിച്ച് ഒരു അഭിപ്രായം പറയണം. പല അഭിപ്രായം പറഞ്ഞത് ശരിയായില്ല, മാന്യമായില്ല. ഗുണാനുഭവിച്ചപ്പോൾ ഇവരെല്ലാം വലിയ കേമന്മാരായിട്ടും ഒക്കെ നടന്നില്ലേ. ഇപ്പോൾ ദോഷം വന്നു കണ്ടപ്പോൾ എല്ലാം പിണറായിയുടെ തലയിട്ട് വെക്കാൻ പോകണമെന്ന് ശരിയാണോ? ഇവരെല്ലാം കൂട്ടായിരുന്നു പാസ്സാക്കിയതല്ലേ. പാസ്സാക്കിയ ശേഷം പിന്നെ പല അഡ്ജസ്റ്റ്മെൻറ്റും ചെയ്യേണ്ടി വരുമ്പോൾ ഇപ്പം തന്നെ വൈസ് ചാൻസലർ, നിങ്ങൾ ആലോചിക്കണം, ഞങ്ങളെ കൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവരുടെ ദുഃഖം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? യൂണിവേഴ്സിറ്റിയിൽ അടിപിടി കൊണ്ട് ഒരു കോഴ്സ് നടത്താക്കാനൊക്കില്ല, പുതിയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനൊക്കില്ല, കേന്ദ്രം കൊണ്ടുവരുന്ന പല UCC ഗ്രാൻഡ് ഞങ്ങൾക്ക് കിട്ടുന്നില്ല.